ഹലോ എവരിവൺ, എല്ലാവർക്കും മാജിക് മസാലയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അരി കൊണ്ടുള്ളൊരു ഹൽവയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. 1.5 കപ്പ് പച്ചരി അരമണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചതാണ്. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അധിക സമയം അരി സോക്ക് ചെയ്യണ്ട, അരമണിക്കൂർ മാത്രം മതിയാവും. ഇത് തരികളോട് കൂടിയിട്ടുള്ള ഹൽവയാണ്. അപ്പോൾ നമ്മൾ തരികളോട് കൂടിയിട്ടാണ് ഇത് അരച്ചെടുക്കേണ്ടത്. തേങ്ങയുടെ 2ാം പാല് ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത്. കുറച്ചു നേരം അടിച്ചാൽ മതിയാവും, അപ്പോഴത്തേനും ഇത് അരഞ്ഞു കിട്ടും. ഇത്രയും തരികളോട് കൂടിയിട്ട് നമ്മൾ അരച്ചെടുക്കണം. ഇത് നമുക്ക് ഉരുളിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ശർക്കര പാനി ചേർത്ത് കൊടുക്കണം. മീഡിയം സൈസിലുള്ള 12 പീസ് ശർക്കര 1.5 കപ്പ് വെള്ളം ഒഴിച്ച് മെൽറ്റ് ചെയ്തെടുത്തതാണ്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ശർക്കര പാനിയും അരി അരച്ചതും കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്താലും മതി. എങ്ങനെയായാലും കുഴപ്പമില്ല, ഇതുപോലെ കട്ടകളായിട്ട് വരും. അത് പ്രശ്നമില്ല, അത് പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടും. മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ബാക്കിയുള്ള 2ാം പാല് കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1.5 കപ്പ് അരിക്ക് 2.5 തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. 2ാം പാല് 4.5 കപ്പ് ചേർത്തിട്ടുണ്ട്. കട്ടകളൊക്കെ ഒന്ന് സ്പൂണിന്റെ ബാക്ക് സൈഡ് വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ എളുപ്പത്തിൽ തന്നെ ഉടഞ്ഞു കിട്ടും. ഇതുപോലെ ഉടച്ചു കൊടുക്കുക. നല്ല സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് ടൈറ്റായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് വീട്ടിൽ തന്നെ ആട്ടിയെടുത്ത വെളിച്ചെണ്ണയാണ്. നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഓയിൽ ചേർത്ത് കൊടുത്താൽ നമുക്ക് ഇളക്കി കൊടുക്കാനായിട്ട് അധികം പ്രയാസം ഉണ്ടാവില്ല. ഇനി ഒന്ന് ടൈറ്റായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് 1ാം പാല് ചേർത്ത് കൊടുക്കാം. 1.5 കപ്പ് നല്ല കട്ടിയുള്ള 1ാം പാലാണ് ചേർത്ത് കൊടുത്തത്. 1ാം പാലിൽ ഞാൻ ഏലക്കയും പഞ്ചസാരയും പൊടിച്ചത് 1 ടേബിൾ സ്പൂൺ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 1ാം പാല് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് ടൈറ്റ് ആക്കി എടുക്കണം. ഉരുളിയിൽ നിന്ന് വിട്ട് വരുന്ന പരിവായിട്ടുണ്ട്. ഇതുപോലെ മറച്ചിട്ട് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല ടൈറ്റായിട്ട് വരണം. തേങ്ങാപ്പാൽ മുഴുവനായിട്ട് വറ്റി എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെയും നമുക്കിതുപോലെ ചെയ്തെടുക്കാം. ഇപ്പം എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്, നല്ല ടൈറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. കൂടുതലായിട്ടുള്ള എണ്ണ ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇത് ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടെങ്കിലും ഇതിൻ്റെ ടേസ്റ്റ് നല്ല ടേസ്റ്റുള്ള ഹൽവയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പിയാണ്. ഇത് ഞാനൊരു കേക്ക് ടിന്നിലോട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് പ്ലേറ്റിലോട്ട് വേണമെങ്കിൽ അതിൽ സെറ്റ് ചെയ്യാം. ഇതുപോലെ നല്ലതുപോലെ പ്രസ് ചെയ്ത് ഷേപ്പാക്കി കൊടുക്കുക. കുറച്ച് കഴശി വെച്ച് കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ തണുത്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കുക. കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ഹൽവയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.